രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൈതട്ടിമാറ്റി മുന്നോട്ട് പോയ രമേശ് ചെന്നിത്തലയുടെ ദൃശ്യങ്ങൾ ചാനലുകൾ ആഘോഷമാക്കി മാറ്റിയിരുന്നു. പാലക്കാട് MLA മാങ്കൂട്ടത്തിലിന്റെ ചോരയ്ക്കായി എന്നും കൊതിച്ചിരുന്ന റിപ്പോർട്ടർ ചാനലടക്കം വീണ്ടും ആ ദൃശ്യങ്ങൾ കാണിച്ച് ആഘോഷമാക്കിയത് നമ്മൾ കണ്ടു. പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും. ഈ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് വേദിയിൽ വെച്ച് രാഹുലിനെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ രമേശ് ചെന്നിത്തല ഗൗരവപൂർവ്വം നടന്നു നീങ്ങിയത്. ഈ സമയം നിസ്സഹായനായി നിൽക്കുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കേരളം കണ്ടു. നേരത്തെ ലൈംഗികാരോപണ വിഷയങ്ങളിൽ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചതോടെ രാഹുലിനെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ച നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറായത്. എന്തായാലും പെരുന്നയിൽ നടന്ന സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രമേശ് ചെന്നിത്തല സംസാരിക്കാതെ മടങ്ങിയത് ഒരു കൗതുകമല്ലെന്നും അത് കാര്യമായി കണക്കാക്കേണ്ടതില്ലെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്ര ഒരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് അന്വേഷിച്ചാൽ മതി. എല്ലാ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് നിങ്ങൾ ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത്, എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ്. ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലതവണ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെയില്ല. അദ്ദേഹമാണ്, ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പോൾ താഴോട്ടൊരു നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞതുവരെ അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അതാ പറഞ്ഞത്, അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പുള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ തോട്ടത്തിലില്ല. നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ നോട്ടിഫിക്കേഷനൊക്കെ വരട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. അല്ല, നമുക്കത് UDFൻ്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പോൾ തീരെയില്ല. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനതാ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമൻറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സത്യം ജയിക്കേണ്ടതാണ്, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവില്ല. നമുക്ക് പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ഞാൻ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇന്നലെ ആചാര്യൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UDF ജില്ലാ കൺവീനറിൻ്റെ കുടുംബത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടും പത്തനംതിട്ടയിൽ തുടരുന്നില്ല. ഞാൻ പാലക്കാട് തന്നെയുണ്ട്. പാലക്കാട് ജനങ്ങളെ ജയിപ്പിച്ചാണല്ലോ ഉത്തരവാദിത്തം ഞാൻ നടപ്പാക്കുന്നത്. ആസ്ഥാനത്തേക്ക് പോയി NSSന്റെ പിന്തുണ തേടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു പോക്ക് പോയത്? അപ്പോൾ കഴിഞ്ഞ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന് മുമ്പത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിൻ്റെ മുന്നിലത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു?